വൃത്തികെട്ടവന്മാരെ, ഈ നാടിനെ നശിപ്പിക്കരുത്. എന്തൊരു തോന്നിവാസമാണിത്, എന്തൊരു ചെയ്തിയാണിത്. നിങ്ങൾ എന്തിനാണ് ഈ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്? നിങ്ങളോ ഇല്ലാതായി. അതിൻ്റെ പേരിൽ ഈ സമൂഹം ആശ്രയിക്കുന്ന ഒരു വലിയ സേവനത്തെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? വൃത്തികെട്ടവന്മാരെ, നാണമില്ലടോ നിങ്ങൾക്കൊക്കെ? എന്തൊരു തോന്നിവാസമാണിത്. നമുക്കറിയാവുന്ന വിഷയമാണ്. നമ്മൾ ആംബുലൻസുകളൊക്കെ എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? നമ്മൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ആംബുലൻസ് ആശ്രയിക്കാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് എൻ്റെ ഉപ്പ, അതായത് എൻ്റെ പിതാവ് ഒരു പ്രാവശ്യം കാസർഗോഡ് നുള്ളിപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട സമയത്ത് ഈ ആംബുലൻസിൻ്റെ സേവനം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. എൻ്റെ ഉപ്പക്ക് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. അന്ന് ആ ആംബുലൻസ് വഴി വളരെ വേഗതയോടുകൂടിയായിരുന്നു ഞങ്ങൾ മംഗലാപുരത്തേക്ക് എത്തിയതും. ഉപ്പാക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള, ആ സമയത്ത് വളരെ അത്യാവശ്യമായി വേണ്ടിയിരുന്ന ചില ചികിത്സകൾ 50 കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരത്ത് നിന്നും നമുക്ക് ലഭിച്ചത്. അതൊക്കെ ആംബുലൻസിൻ്റെ ആ ഒരു വേഗത കൊണ്ടാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മൊത്തം വാഹനങ്ങൾ ഇങ്ങനെ മാറിക്കൊടുക്കും. അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എവിടെ ആംബുലൻസിൻ്റെ സൈറൺ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും ഉടൻ തന്നെ വാഹനം മാറ്റിക്കൊടുക്കും. അത് ഇനി എന്ത് റിസ്ക് ആയാലും ഞാൻ അത് ചെയ്തു കൊടുക്കും. കാരണം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരികയാണ്. വളരെ മോശമായ ഒരു വാർത്ത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടവും വല്ലാത്തൊരു ദേഷ്യവും തോന്നിപ്പോയ ഒരു വാർത്തയാണ്. ആംബുലൻസിൻ്റെ അകത്ത് കഞ്ചാവ് കടത്തിയിരിക്കുന്നു. 50 കിലോ വരുന്ന കഞ്ചാവാണ് ആംബുലൻസിനകത്ത് കടത്തിയത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 3 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട്. ഈ 3 പേർ പല പാക്കറ്റുകളിലായിട്ടാണ് ഈ ആംബുലൻസിനകത്ത് ഇവർ കഞ്ചാവ് കടത്തിയിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് കടന്നു വന്നാണ് ഇവർ ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ആംബുലൻസിന് വേണ്ടിയിട്ട് എത്ര ആളുകൾ സൈഡ് കൊടുത്തു കാണും? എത്ര ആളുകൾ വാഹനം ഒതുക്കി നിർത്തിയിട്ട് ഈ ആംബുലൻസ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കാണും? എത്ര പോലീസുകാർ ഈ ആംബുലൻസ് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ വഴിയൊരുക്കി കാണും. സ്വാഭാവികമാണ്. കാരണം ആംബുലൻസിന്റെ സൈറൺ കേട്ടുകഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ആവേശത്തോടു കൂടിയിട്ട് ആംബുലൻസിന് വഴിയൊരുക്കാൻ നമ്മളൊക്കെ തയ്യാറാവാറുണ്ട്. അവർക്കിടയിലാണ് ഇതുപോലെ ഒരു തോന്നിവാസം മലപ്പുറത്തെ 3 പേര് കാണിച്ചു വെച്ചിരിക്കുന്നത്. പറയണം, നിങ്ങൾക്ക് എന്ത് വികാരമാണ് തോന്നുന്നത്? ഇത്തരക്കാരാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത്. ഈ ലഹരി മാഫിയ ടീം, ഈ ലഹരി കഞ്ചാവ് കേന്ദ്രങ്ങൾ നമ്മുടെ നാടിനെ തിന്ന് ഇല്ലാതാക്കുകയാണ്. അത് അവസാനം ആംബുലൻസിലും അവർ ഇതുപോലെയുള്ള ചെയ്തികൾ കൊണ്ടുവരുമ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ആംബുലൻസിന്റെ സേവനത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ ശക്തമായി ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം, അതായത് ഈ സമൂഹം അവർക്ക് കിട്ടിയ പണി കണ്ടില്ലേ എന്ന് പോലീസുകാരുടെ നടപടിക്രമങ്ങൾ കണ്ട് ചോദിക്കണം. ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് ഇവർ വിധേയരാക്കണം. കാരണം നമ്മുടെ സമൂഹത്തെ പാടെ നശിപ്പിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തുന്ന വൃത്തികെട്ടവന്മാർ തീർച്ചയായും തിരിച്ചടികൾ നേരിടണം. നിയമപരമായിട്ടുള്ള തിരിച്ചടികൾ നേരിടണം. കാരണം ഒരു സമൂഹത്തിൽ വലിയ സേവനത്തിന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആംബുലൻസിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ കരുതലോടുകൂടിയിട്ട് റോഡുകളിലൊക്കെ വലിയ രീതിയിൽ വഴിയൊരുക്കി കൊടുക്കുന്ന ഈ ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങളിൽ ഇതുപോലെയുള്ള ക്രൂര, നീച, വളരെ മോശമായിട്ടുള്ള ചെയ്തികൾ ചെയ്യാൻ തയ്യാറാവുന്ന ഇവന്മാർക്ക് ശക്തമായ മറുപടി കൊടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.